ഹായ് ക്യൂട്ടീസ്, ഇന്ന് ഡെസ്ക് മേക്ക് ഓവർ ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങൾ കുറേ നാളായി ഇത് മേടിച്ച് വെച്ചിട്ട് ഞങ്ങൾ റൂം ഷിഫ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഒരു ഓപ്പൺ ഒന്നും ചെയ്തില്ലായിരുന്നു. ശരിക്കായിട്ട് ഒന്ന് നോക്കിയതേ ഉള്ളായിരുന്നു ഡാമേജ് ഉണ്ടോയെന്ന്. അപ്പോൾ ഇന്ന് കുറച്ച് സാധനങ്ങൾ കണ്ടാലോ, ഒന്നിച്ച് മേടിച്ചതല്ല, കുറച്ച് സാധനങ്ങൾ വന്നപ്പോൾ ഞാൻ കുറേ നാളായിട്ട് വെച്ചിരുന്നത് ഒന്ന് കാണുന്നത്. അപ്പോൾ ഡെസ്കിന് ഒരു ചെറിയ മേക്ക് ഓവർ കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ആദ്യത്തെ സാധനം നമുക്ക് കണ്ടാലോ, ഈ ഡെസ്കിനകത്ത് പല സാധനങ്ങൾ പണ്ടത്തെ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഞാൻ പലർക്ക് കൊടുക്കുകയൊക്കെ ചെയ്തായിരുന്നേ. അപ്പോൾ ഇപ്പം ഡെസ്ക് പ്ലെയിൻ ആയതുകൊണ്ട് കുറച്ച് കാണാമെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മളെല്ലാവരും പലരും കണ്ടിട്ടുണ്ടായിരിക്കും ഈ പിൻട്രസ്റ്റി ആയിട്ടുള്ള ഈ ഫ്ലവർ വേസ്. അപ്പം ഇതെല്ലാം ഞാൻ കുറച്ച് നമ്മുടെ മീഷോയിലൊരു സെയിൽ പോലെ നടക്കുന്നില്ലായിരുന്നോ, അന്നേരം വന്നപ്പോൾ ഓഫർ വന്നപ്പോൾ മേടിച്ചതാണ്. അപ്പോൾ ഇതുവരെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ഡെസ്ക് പുതിയ സ്ഥലത്തെ. അപ്പം ഇതിന് പറ്റിയ ഒരു ഫ്ലവറും കൂടെ, ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ്. അപ്പം പല ഫ്ലവറുകളൊക്കെ നമ്മൾ കാണിച്ചെങ്കിൽ എനിക്കൊരു പിങ്ക് ഫ്ലവർ വൈറ്റ് മേടിക്കണം എന്ന് ആദ്യം വിചാരിച്ചു, പിന്നെ വെച്ചു പിങ്ക് മേടിക്കാമെന്നേ. അപ്പം ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് ഈ ഡെസ്ക് വെച്ച് തന്നെ പല കാര്യങ്ങളൊന്നും ചെയ്യാനും പറ്റത്തില്ല. അപ്പം ഞാൻ വെച്ചു ഡെസ്കിന് ഒരു ചെറിയൊരു മേക്ക് ഓവർ കൊടുക്കാം. ഒത്തിരി വാരി വലിച്ചില്ലെങ്കിലും കുറച്ച് സാധനങ്ങൾ വെച്ചു. ഈ ഫ്ലവർ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതാണെങ്കിൽ ഇച്ചിരി വളയ്ക്കുകയും തിരിച്ചൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ആദ്യം ഞാൻ വെച്ച് ഈ ഫ്ലവർ വേസിനകത്ത് വെച്ചപ്പോൾ ഇത് താടിപ്പോവായിരുന്നു, ഒരു പ്രത്യേക രീതിയിലായിരുന്നു. ഇതൊക്കെ നല്ല രസം, ഭയങ്കര വിലക്കുറവിലാണ് കിട്ടിയത് കേട്ടോ. അപ്പം പുറവശത്തെ സീൻ നിങ്ങൾ കാണാം. ഇവിടെ ഇങ്ങനെ ഒരു നെറ്റ് പോലെയുണ്ട്. ഇതിൻ്റെ താഴെ ഞാൻ എൻ്റെ ടേബിൾ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ പുറവശം കാണുമ്പോൾ വെളിയിലത്തെ ആൾക്കാരൊക്കെ കാണാൻ പറ്റും. വെയിലൊക്കെ ഭയങ്കര ആയതുകൊണ്ട് ഇവിടെ വെച്ച് വീഡിയോ എടുക്കാൻ വളരെ കുറവാണ്. ഇനി ഇച്ചിരി ചൂടൊക്കെ കുറഞ്ഞിട്ട് വേണം ഇവിടെ വീഡിയോ എടുക്കാൻ. അപ്പോൾ അടുത്ത സാധനം കണ്ടാലോ. അപ്പോൾ അടുത്ത സാധനം ഇതുപോലെ, പിന്നെ ഇതടുത്ത സാധനങ്ങളൊക്കെ വളരെ മിനിമലായിട്ടുള്ള സാധനങ്ങളാണ്, വളരെ വിലയുള്ള സാധനങ്ങളൊന്നുമല്ല. ഇത് പൊട്ടിച്ച് വെക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായെങ്കിലും യൂസ് ചെയ്തില്ലായിരുന്നു കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഒരു അമ്മയും കുഞ്ഞിൻ്റെ ഒരു കുഞ്ഞൊരു സ്കൾപ്ചർ ടൈപ്പ്, ഒരു സെറാമിക് ടൈപ്പാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത്, അപ്പം വൈറ്റ് രീതിയിലാണ് മേടിച്ചതെങ്കിലും എനിക്കൊരു പിങ്ക് കൂടി മേടിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ സാരമില്ല, നമുക്ക് വൈറ്റ് വെച്ച് വയ്ക്കാം അല്ലേ. അപ്പോൾ അടുത്ത ഇതെന്ന് പറയുന്നത് അതും ഒരു ചെറിയൊരു ടെക്സ്റ്റ്, എല്ലാവരും ഹോം എന്നൊക്കെ വെച്ചല്ല എഴുതാൻ, ഞാൻ വെച്ച് ഒരു വെറൈറ്റി, ഒരു ഹാപ്പി ടീപ്പിൽ ബി ഹാപ്പി എന്നുള്ളൊരു ചെറിയത്. അപ്പോൾ പുറവശത്തെ ഞാൻ തന്നെ പെയിൻറ്റിങ് ചെയ്തുണ്ടാക്കിയ നമ്മുടെ ഫ്രെയിമൊക്കെ മാറ്റും. ഇപ്പം നിങ്ങളെ കാണിക്കുന്നേ ഉള്ളൂ. ഡെസ്ക് മേക്ക് ഓവർ ഫുള്ളായിട്ടില്ല. അടുത്തൊരു വീഡിയോയിൽ ഒന്ന് രണ്ട് സാധനം കൂടെ വരാറുണ്ട്, അന്നേരം ഒന്നുകൂടെ കാണിക്കും. ഇപ്പം ഞാൻ വെച്ച് കുറേ നാളായിട്ട് വെച്ചിരിക്കല്ലേ, ഇത് കാണിച്ചേക്കാമെന്ന് വെച്ചുകൊണ്ട് വെച്ചാൽ. അപ്പോൾ ഒരു ചെറിയൊരു ഫ്രെയിമാണ് മേടിച്ചത്. അപ്പം പല പല കോഡ്സുകൾ ഒത്തിരി ഇൻട്രസ്റ്റി ആയിട്ടുള്ള ഈ ഫ്രെയിംസൊക്കെ മീഷോയിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇതെല്ലാം ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചു കേട്ടോ. ഇതുപോലത്തെ ചെറിയൊരു ഫ്രെയിം മേടിച്ചിട്ട് ഒന്ന് രണ്ട് ഫ്രെയിമും കൂടി ഉണ്ട്. അപ്പോൾ മാറി മാറി യൂസ് ചെയ്യാമെന്ന് വെച്ചു. വളരെ വിലക്കുറവ് കിട്ടിയതാണ്. അപ്പോൾ ഒരു നല്ല തീമാണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, ഇതെല്ലാം ഞാൻ അറേഞ്ച് ചെയ്യുമ്പോൾ പിന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് കൂടുതൽ മേടിച്ചത്. പിന്നെ ഞാനൊരു നെയിൽ പോളിഷ് മേടിച്ചായിരുന്നേ. അപ്പോൾ നിങ്ങളെ കാണിക്കാവുന്ന കളറ് എനിക്ക് ഇതുവരത്തെ ഒരു പ്രത്യേക കളറാണ് കേട്ടോ. അപ്പോൾ ഒരു ലൈറ്റ് ഷെയ്ഡ് കേട്ടോ, നല്ല കളറാണ് കേട്ടോ. ഇനിയും ഞാൻ മേടിച്ചത് എന്താണെന്ന് വെച്ചാൽ, കുറേ നാളായിട്ട് എൻ്റെ ബ്രഷ് പെന്നൊക്കെ തീർന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ പേസ്റ്റ് കളറിലോ ബ്രഷ് പെൻ്റെ സെറ്റും മേടിച്ചിട്ടുണ്ട്. വാട്ടർ കളറിൻ്റെ പുതുതായിട്ട് ഡോംസിൻ്റെ തന്നെ ഇഷ്യൂ ചെയ്തിട്ടില്ലായിരുന്നു, പുതിയതായിട്ട് അവർ ഇറക്കിയില്ലായിരുന്നു വാട്ടർ കളർ പെൻസിൽ, അതും മേടിച്ചിട്ടുണ്ട്. അപ്പം ബ്രഷ് പെന്നൊക്കെ വളരെ നാളെ മുമ്പേ തീർന്നു പോയതാണ്. അപ്പം ഞാൻ വെച്ച് ബ്രഷ് പെൻ മേടിക്കാമെന്ന് വെച്ചു. അപ്പോൾ കണ്ടപ്പോൾ ഡോംസിൻ്റെയും കൂടെ തന്നെ ഈ വാട്ടർ കളർ പെൻസിൽ ഇത് യൂസ് ചെയ്തില്ല. യൂസ് ചെയ്യുമ്പോൾ നിങ്ങളെ കാണിക്കാമോ. അപ്പോൾ കുറേ നാളായി പെയിൻറ്റിങ്ങിനൊന്നും പറ്റുന്നില്ല, ഇവിടെ ഭയങ്കര ചൂടാണ്. അപ്പോൾ ചൂട് കാരണം നമുക്കൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ തോന്നേ ഇല്ലായിരുന്നു. അപ്പം ഇനി അടുത്തത് ഒരു ചെറിയ ലാമ്പ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഇതെനിക്ക് ഗിഫ്റ്റഡ് കേട്ടോ. ഇത് നമ്മുടെ കിട്ടിയവൻ നമുക്ക് മേടിച്ചെന്നതാണ്. അപ്പോൾ ഞാൻ വേറൊരു ലാമ്പുണ്ട്, അത് ഞാൻ വേറൊരു ടേബിളും കൂടി ഉണ്ട്, അകത്തിരുന്നാണ് ചെയ്യുന്നത്. കാരണം ഈ റൂമിൽ നിന്ന് ചെയ്യണമെന്ന് ആഗ്രഹത്തോടെ ഞാൻ ഇത് വെച്ചത്. നല്ല വെളിച്ചമൊക്കെ ഉണ്ടെന്ന് വെച്ചു. പക്ഷേ ഇവിടെ നിന്ന് ചൂട് കാരണം ചെയ്യാൻ പറ്റത്തേ ഇല്ല. അപ്പം ഞാൻ വെച്ച് ഇവിടത്തേക്ക് ഒരു ചെറിയ ലാമ്പ് മേടിച്ചിരിക്കുകയാണ്. ഇതൊരു ഓഫറിൽ വന്നതാണ്. അപ്പോൾ എനിക്കൊരു ഇയർപോഡ്സ് മേടിക്കായിരുന്നു. എൻ്റെ ഇയർഫോൺ കേടായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടത്തിൽ ഇങ്ങനെ ഒരു ചെറിയ ലാമ്പ്, ഇതൊരു വെറൈറ്റി ലാമ്പാണ്. ഇത് വയർലെസ് ലാമ്പാണ്. നമുക്ക് ഇതിനെ ചാർജ് ചെയ്തിട്ട് വെക്കാം. ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ രണ്ട് സൈസ്, ഇതെങ്ങനെ ഇതുണ്ട്, ഇങ്ങനത്തെ ഒരു ഷേപ്പിലും കിട്ടാൻ പറ്റും, പിന്നെ അംബ്രല്ല ടൈപ്പിലും കാണാൻ പറ്റും കേട്ടോ. ഇതിനുണ്ട് ചാർജർ കേബിളുണ്ട്, നമുക്ക് ചാർജ് ചെയ്ത് വെക്കാം. മറ്റേ ഞാൻ മേടിച്ച എൻ്റെ ലാമ്പിനാണെങ്കിൽ കണ്ടിന്യൂസ് ചാർജിൽ പ്ലഗ് ചെയ്തെങ്കിലേ ഇത് ലൈറ്റ് കത്തുന്നത്. ഇത് പിന്നെ ഞാൻ ചാർജ് ആക്കിയില്ല, ഇതുകൊണ്ട് ലൈറ്റ് ഇച്ചിരി ഡിമ്മാണ്. ചാർജ് അയക്കാൻ വെച്ചിട്ട് നല്ല. ഇപ്പം നിങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ലൈറ്റ് ഓൺ ചെയ്യുന്നുള്ളൂ. എൻ്റെ ഈ ഫ്ലവർ ഞാൻ മുകളിൽ പൊട്ടിച്ചിരുന്ന ഇങ്ങനെയാണ്. ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് 2-3 മോഡ്സ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് വെളിച്ചം കാരണം അത്ര മനസ്സിലാത്ത, പ്രത്യേകിച്ച് ഇതിനകത്ത് ചാർജും ഇല്ലാത്തതുകൊണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഷേപ്പിലല്ല ഇത് കറക്റ്റ്. സത്യം പറഞ്ഞാൽ ഇതുണ്ട് മുകളിലൊരു സാധനം ഇങ്ങനെ വലിക്കുമ്പം ഇത് അംബ്രല്ല പോലെ ടൈപ്പിലെ ബെഡ് സൈഡ് അല്ലെങ്കിൽ ടേബിൾ ലാമ്പായിട്ട് കാണാൻ പറ്റും. ഇതുകൊണ്ട് ഇങ്ങനെ വലിച്ചാൽ മതി.
ഇങ്ങനെ വലിക്കുമ്പോൾ ഒരു അമ്പർല പോലെ നമ്മൾ കുട തുറക്കുന്ന പോലെ തന്നാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് മറ്റേ രീതിയിലും വെക്കാം, ഈ രീതിയിലും വെക്കാം, നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ വെക്കാം. പിന്നെ ഇതിന് വയറ് പ്ലഗൊന്നും വേണ്ടാത്തതുകൊണ്ട് നമുക്ക് അടുത്ത് എൻ്റെ ഈ ഇരിക്കുന്ന സ്ഥലത്ത് അടുത്ത് പ്ലഗൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇതുപോലത്തെ ഒന്നും മേടിച്ചത്. ഇനി ഞാൻ ലൈറ്റ് നിർത്തിയിട്ട് നിങ്ങളെ കാണിക്കാം. പിന്നെ ചാർജ് കുറവായതുകൊണ്ട് അത്ര ബ്രൈറ്റായിട്ട് കാണുന്നില്ലേ ഉള്ളൂ, പക്ഷേ 3 മോഡ്സ് ഉണ്ട്. അപ്പം നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് കേട്ടോ. അപ്പോൾ ഇത് കൊണ്ടുകൊണ്ട് ഞാൻ മേടിച്ചതാണ്. ഇനിയിപ്പോൾ ചാർജൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ നല്ല രസമായിരിക്കും. അപ്പം ഡെസ്കിനകത്ത് ഒരു മിനിമം ഒരു അപ്പിയറൻസ് കിട്ടാൻ വേണ്ടി നല്ലതാണെന്ന് വിചാരിച്ചുകൊണ്ട് മേടിച്ചതാണ്. അപ്പോൾ ഡെസ്ക് ഒത്തിരി പഴയതാണ് കേട്ടോ, എൻ്റെ ടേബിൾ ഒത്തിരി പഴയതാണ്, പക്ഷേ എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ഡെസ്ക് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പിന്നെ പുറത്തെ ഫ്രെയിം മാറ്റിയില്ലെന്നേ ഉള്ളൂ. പിന്നെ ഒരു സാധനം മേടിച്ചെന്നാൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു, എൻ്റെ ഇയർഫോൺ കേടായിപ്പോട്ട് കുറേ നാളായി. അപ്പോൾ ഒരു ഇയർപോഡ്സ് മേടിച്ചിട്ടുണ്ട്. ഇത് മേടിച്ച കളർ ഇവിടോട്ട് ഡെലിവറി ആകുന്നില്ലായിരുന്നു. അപ്പം വേറൊരു കളറാണ്, ഒരു ചോക്ലേറ്റ് അല്ലെങ്കിൽ കോഫിഷ് ഒരു കളർ പോലത്തെ ഒരു ചോക്ലേറ്റ് എന്ന് പറയത്തില്ല, ഒരു കോഫി ഫ്ലേവർ, ഒരു സ്കിൻ കളർ ടൈപ്പ് ഒരു ടാൻഡായിട്ടുള്ള കളറാണ്. പക്ഷെ നല്ല രസമുണ്ട് കാണാം കേട്ടോ. അപ്പം ഈ ഇയർപോഡ്സ് മേടിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഇനി മേടിച്ചത്. ഇനി 1-2 സാധനങ്ങൾ വരാറുണ്ട്, അത് ഞാൻ ഒന്നുകൂടെ വരുമ്പോൾ കാണിക്കാം. ഞാൻ ഇങ്ങനത്തെ വീഡിയോ എടുത്ത് ഇത് ഫുള്ള് നിങ്ങൾ ടേബിൾ കണ്ടോണ്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാ സാധനങ്ങൾ അടുത്തുള്ള റിവ്യൂ കൂടെ ഞാൻ കാണിക്കാം ഒന്നുകൂടെ, എന്താ വെച്ചാൽ അടുത്ത് വെച്ചും കൂടെ അത് കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ എല്ലാ സാധനങ്ങളും നിങ്ങൾ കണ്ടെന്ന് വെച്ച് ഇങ്ങനെയാണ് എൻ്റെ ഡെസ്ക് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഇവിടെ വെച്ചല്ല വീഡിയോ എടുക്കുന്നത്. ഇതൊക്കെയാണ് നമ്മൾ മേടിച്ച സാധനങ്ങൾ, ഒന്നുകൂടെ കാണാം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ്. വളരെ വിലക്കുറവിൽ മീഷോയിൽ കിട്ടിയപ്പോഴത്തേന് മേടിച്ചിട്ട് കുറേ നാളെ അത് മീഷോയിൽ എന്തോ ഓഫർ തിരിക്കുമല്ലേ നന്നരം മേടിച്ചാട്ടോ. ഇപ്പോൾ അൺബോക്സിങ് ഇപ്പം ചെയ്തതേ ഉള്ളൂ. ഇനി 1-2 സാധനം കൂടെ വരാറുണ്ട്, അത് വന്നു കഴിയുമ്പം അൺബോക്സിങ് വീണ്ടും ചെയ്യാം. അപ്പോൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഏതിൻ്റെങ്കിലും ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റിനകത്തോ വല്ല അയച്ചു തരാം. ഈ ഫ്ലവറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. വെള്ള കളറിന് പകരം ഞാൻ ഈ കളറാണ് മേടിച്ചത്. സാധാരണ വെള്ള മേടിക്കുന്നതല്ലേ, അപ്പോൾ എല്ലാം വെള്ളയാണ്. എനിക്ക് എൻ്റെ ടേബിളിന് ഒരു പിങ്ക് മയം കൂടെ കൊടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പം ഒരുമാതിരിയൊക്കെ നമ്മുടെ ഇത് കണ്ടിട്ട്. പിന്നെ നെയിൽ പോളിഷ്, അത് നെയിൽ പോളിഷ് നല്ലൊരു വളരെ വിലക്കുറവ് കിട്ടിയ നെയിൽ പോളിഷ് കേട്ടോ. അപ്പം നമ്മുടെ ലാമ്പ് എങ്ങനെയുണ്ട്, ഇതാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ പുറവശവും മുൻവശവും കാണുന്നത്. നിങ്ങൾ അടുത്തൊന്ന് കാണിക്കാമെന്ന് വെച്ചാൽ കാണിച്ചത്. ഇത് മുകളിൽ ഇങ്ങനെ ഒരു നമ്മൾക്ക് വലിക്കാനുള്ള ഒരു സ്ട്രിങ് പോലെയുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ ബട്ടണുണ്ട് കേട്ടോ. ആ ബട്ടൺ നമ്മൾ അമർത്തുമ്പോൾ ഓരോ മോഡ് മാറിക്കൊണ്ടിരിക്കും. പിന്നെ ചാർജ് കുറവായതുകൊണ്ട് അത്ര ലൈറ്റ് നിങ്ങൾക്ക് കാണാത്തത് കേട്ടോ. അപ്പം നല്ല സൂപ്പർ ലാമ്പാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ചെറിയൊരു ഇതിങ്ങനെ അമർത്തണം, എനിക്ക് പേടിയായിരുന്നു ഇതുവരെ അമർത്തി വല്ല പൊടുത്തിട്ട് ഇങ്ങനെ വിരിച്ചാൽ മതിയായിരുന്നു കേട്ടോ. എന്നിട്ട് ഇതിനകത്തോട്ട് നമ്മൾ ഒരു കുഞ്ഞ് നമ്മുടെ കുടയുടെ രൂപത്തിലായി മാറും. ഇങ്ങനെ നമുക്ക് ലാമ്പ് കത്തിച്ച് വെക്കാം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മേടിച്ചത്. ഞാൻ ആദ്യം വെച്ചിരുന്നത് ഇങ്ങനെ ഇരിക്കുന്നത്, ഇങ്ങനെ തെറ്റിപ്പോയോ മീഷോനെ അയച്ചത്, അല്ല സോറി ആമസോൺ അയച്ചത് തെറ്റിപ്പോയെന്ന്. അത് തെറ്റിപ്പോയതല്ല, ഇത് വലിക്കുമ്പോഴേ ഉള്ളൂ അമ്പറിലേ ആകത്തുള്ളൂ, അത്രേ ഉള്ളൂ. അതുകൊണ്ടുണ്ടോ അങ്ങനെ 2-3 മോഡുണ്ട്. ഇച്ചിരി ചാർജ് ആകുമ്പോൾ ഇച്ചിരി കൂടെ ആകും. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ പിന്നെ കാണാമല്ലോ. അപ്പോൾ ഞാൻ നെയിൽ പോളിഷ് കാണിച്ചില്ലല്ലോ, നെയിൽ പോളിഷ് ഞാൻ അടുത്ത് വെച്ച് കാണിക്കാമേ. അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന നെയിൽ പോളിഷ് അല്ല, പക്ഷേ ഇതിനൊരു എനിക്കൊന്ന് വളരെ വിലക്കുറവിൽ കണ്ടപ്പോൾ ഞാൻ മേടിച്ചാണ്. 30 രൂപ എങ്ങാണ്ടേ ഉള്ളൂ. സാധാരണ ഞാൻ ഓൺലൈനിലൊന്നും നെയിൽ പോളിഷ് വളരെ കുറവാണ്, പക്ഷെ ഒന്ന് കണ്ടപ്പോൾ മേടിച്ചതേ ഉള്ളൂ. അപ്പം നിങ്ങളെ ഇതിൻ്റെ ഇത് കാണിക്കാമെന്ന് വെച്ചോണ്ടാണ് കേട്ടോ.